ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘ്ന. ഞാനിപ്പോൾ ആക്ച്വലി തുടങ്ങിയിട്ട് കുറേ നാളെ ഒരു എത്ര വർഷമായെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാൻ എന്നിട്ട് വീഡിയോസ് ഇടാറേ ഇല്ല. വീഡിയോസ് ഇപ്പം എൻ്റെ കോളേജ് ടൈമിൽ എങ്ങാണ്ടോ ഞാൻ നിർത്തി വെച്ച വീഡിയോസ് മാത്രമേ ഉള്ളൂ, ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അല്ലാണ്ട് ഷോർട്സ് ഇട്ട് ഞാൻ വെറുപ്പിക്കുമെന്ന്, അല്ലാണ്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാനിന്ന് ഓഫ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ തിങ്ക് ചെയ്തായിരുന്നു ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷേ എൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ രാവിലെ എണീച്ചു, ഫ്രഷായി, പകുതി ഒരുങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്നല്ലേ വിചാരിച്ചത്, വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം ഇപ്പം തൊട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓവറായിട്ട് പറഞ്ഞു ഉറപ്പിക്കുന്നില്ല. പോവാൻ ടൈം ആയോ എന്ന് ചോദിച്ചാൽ എത്ര ടൈം ആയെന്ന് പോലും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞാൻ പോയി ഒന്ന് പെട്ടെന്ന് ടക്കനെ റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ലുലുവിലേക്കാണ് തിരിച്ചതെങ്കിലും എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ബിക്കോസ് തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ഡിലേ ആവും. ലുലുവിലോട്ട് കയറി ഇന്ന് നാളെ ഞാൻ ഇറങ്ങത്തുമില്ല. സാധനങ്ങൾ വാങ്ങാൻ കുറേ ലിസ്റ്റുമായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഓരോരോ കടയിൽ കയറി ഇറങ്ങിയെന്നല്ലാതെ ഞാൻ ഒന്നും മേടിച്ചതുമില്ല, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടതുമില്ല കേട്ടോ. ഞാൻ എന്താണോ ഉദ്ദേശിച്ച ആ സാധനം എനിക്ക് കിട്ടിയതുമില്ല. ആക്ച്വലി ഒരു ക്രിസ്മസ് തീം ഡ്രസ്സ് വേണമായിരുന്നു, അതിൻ്റെ മെയിനായിട്ട് ഞാൻ ലുലുവിൽ പോയിരുന്നത്. പക്ഷെ നടന്നതുമില്ല. പിന്നെ ഈ ഒരു സാധനം കണ്ടിപ്പെട്ടു ഞാൻ മേടിച്ചു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈസി ടു കുക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ജസ്റ്റ് വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് ഞാൻ പോയത് ഈസ്റ്റോട്ടാണ്. ഈസ്റ്റോട്ട് പോയിട്ടും ഈ ഞാൻ പറഞ്ഞ സാധനം എനിക്ക് കിട്ടുമില്ലെന്ന് നോക്കാൻ വേണ്ടി തന്നെ പോയതാണ്. പക്ഷേ അവിടെയും എനിക്ക് വലിയ എന്താ പറയുക, ഒരു തൃപ്തി വന്നില്ല. എല്ലാ ഡ്രസ്സിൻ്റെ ഷോപ്പിലും ചെന്ന് കയറി ഇറങ്ങി നടന്നിട്ടും എനിക്ക് അത്ര സംതൃപ്തി എന്ന് പറഞ്ഞ സാധനം കിട്ടിയില്ല. പിന്നെ അവിടുത്തെ വൈബ് അറിയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പത്മനാഭസ്വാമി ഈ ഒരു പ്ലേസ്, അവിടെയും പിന്നെ ഈ ഫിഷ് കിടക്കുന്ന സ്ഥലവും ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നല്ലപോലെ വിശന്നു. അങ്ങനെ ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നല്ല ടൈം ലേറ്റായി. പിന്നെ എനിക്ക് ഫോൺ പൗച്ച് മേടിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ ഫോൺ പൗച്ചിൻ്റെ ഗതി എന്ന് വെച്ചാൽ അതോ ഗതിയായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എസ്തെറ്റിക് വേബ് ആയതുകൊണ്ട് ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ പോയത് എയർ ഷോ കാണണമായിരുന്നു. നമ്മുടെ ശംഖുവത്ത് തന്നെയാണ്. അവിടെ നിന്ന് നമ്മളെ ആക്ച്വലി വണ്ടി കയറ്റി വിടാത്തതുകൊണ്ട് നടന്ന് ചത്താണ് പോയത്. സത്യം പറയല്ലോ, നല്ലപോലെ ഡെഡായി. എന്താ പറയുക, നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ ഒരു ഷോ നടന്നിരുന്നു, നമ്മളത് കണ്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര മോശമല്ലേ. അവിടെ നിന്ന് ഈ രണ്ട് സാധനത്തിന് ഞാൻ കണ്ടു. എൻ്റെ 10th പഠിച്ച 2 ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുമായിട്ടാണ് ഞങ്ങൾ പിന്നെ കണ്ടത്. അതുകൊണ്ടായി ജനങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം തിരക്കുണ്ടെന്ന്. പിന്നെ ഷോ ഒരു രക്ഷയില്ലായിരുന്നു, നിങ്ങൾക്ക് തന്നെ കാണാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഗായ്സ്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് എങ്ങനെയാണ് വീട്ടിലെത്തിയത്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ അവിടെ പെട്ടുപോയി തുടങ്ങി പറയുമ്പോൾ ഞാനൊരു 2-3 മണിയായപ്പോൾ അവിടെ പോയതാണ്. ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. സോ നല്ല വിശപ്പുണ്ട്. അപ്പം എന്തായാലും ഇനി ബാക്കി ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വീടെത്തിയുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കുളിച്ച് സെറ്റായി. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം അവിടെ MOT പോയപ്പോഴത്തേക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്താണ് ഇന്ന് നൈറ്റത്തെ ഫുഡ്. എന്തായാലും അമ്മ ബെറോട്ട മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് അതിലോട്ട് പോകാം. അതിന് ജസ്റ്റ് ഇതിനകത്തുള്ള പ്രോഡക്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടാൽ മതി തോന്നുന്നു. ഞാൻ തേങ്ങിയിട്ടില്ല. സൈഡിൽ ഇതിന് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കുളമാവാണ്ട് ഇരുന്നാൽ മതി ഗൈസ്. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഒന്ന് ഉറക്കണം. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡാണ്. എയർ ഷോ കാണാൻ പോയി വന്ന ടൈമും ഫുഡും കഴിക്കാണ്ടായപ്പം നല്ലപോലെ ടയേർഡ്. അതാണ് ഞാൻ വന്ന പാടെ ഫ്രഷായിട്ട് ബാക്കി വീഡിയോ വരെ എടുത്തത്. കാരണം അത്രയ്ക്കും വയ്യാണ്ടായി. ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ടയേർഡായിട്ടിരിക്കുവാണ്. പക്ഷേ എയർ ഷോ അടിപൊളിയായിരുന്നു. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ.
അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.